ഹലോ ആ എടാ, ഉം. ഇന്ന് നേരത്തെ തന്നെ ഇറങ്ങിപ്പോയിനോ? ഞാൻ നേരത്തെ പോയല്ലോ. ആ, എനിക്ക് നല്ലൊരു കാഴ്ച നന്നായിട്ട് മിസ്സായി. എന്ത് കഴിച്ച? നമ്മളെ മൂത്താപ്പയില്ലേ, ഉം ട്രെയിനർ, ഉം അയാളും എന്റെ ട്രെയിനറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്കറിയാവോ? എനിക്കറിയത്തില്ല. എന്താ എനിക്ക് എന്നാ എന്തേലും എന്തോ തോന്നിയേ? ഉണ്ട്, തോന്നലൊന്നല്ല, ഇതിന് മുമ്പിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരിക്കൽ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിനി. പക്ഷെ എനിക്കത് വിശ്വാസമായില്ല. ഉള്ളത് പറഞ്ഞു. ആദ്യം നിന്റെ അടുത്ത് സംസാരിച്ചത് പോലെ തന്നെ ഞാൻ വേറെ ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒന്നിച്ചേരുന്ന പെണ്ണില്ലേ, അവളുടെ അടുത്തും പറഞ്ഞു. അപ്പൊ അവൾക്കും എനക്കാ ചെറിയൊരു ഡൗട്ട് തോന്നി. പിന്നെ എന്റെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ അവളെ ഫുൾ ഓപ്പണായി സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആണല്ലോ. ആദ്യം പുള്ളിക്കാരത്തി അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു, അവനെ കൊണ്ട് പറഞ്ഞിട്ട്. എന്നിട്ട് ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി. രാവിലെ അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റായി, ഒരു ഉച്ച അങ്ങനെ ആയി. അപ്പൊ സാധാരണ രാവിലെ പോകുന്നേക്കനാ നമ്മുടെ മൂത്താപ്പ. അപ്പൊ അവനുണ്ട് അവിടെ, അവനുണ്ട് നമ്മളെ ജിമ്മില്. അപ്പോ ഞാൻ പെട്ടെന്ന് പോയപ്പോ ഇവനും ഇവളും ഒരു ചേച്ചിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് മൂന്നാള് കൂടി സംസാരിക്കുന്ന. ആ ചേച്ചിയുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് ഞാനും പോയി. ഞാനും ഇങ്ങനെ കുറെ സംസാരിച്ചിരുന്ന്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചി പോയപ്പോ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവർ രണ്ടാളും കൂടി ആ ഒരു ഓഫീസ്, അതിന്റെ ഉള്ളിലത്തെ സ്ഥലമില്ലേ, അവിടെ നിന്ന് സംസാരിക്കാം. ഞാൻ എന്റെ വർക്കൗട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ അവിടുത്തെ മിററില്ലേ, ആ ഒരു മിററില് ഈ ഒരു ഓഫീസിൽ ആ ഒരു ചെയറും ടേബിളും ഒക്കെ കാണും. അപ്പൊ ഇവരവിടെ നിന്ന് എന്തൊക്കെയോ ഒരു കളി, അത് ഞാൻ അവിടുത്തെ മിററിൽ കണ്ട്. അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോ ആ മിററിൽ ഇവരെ കണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് ആരുടെ അടുത്ത് പറയാനും പറ്റുന്നില്ല. എന്താ കണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ കപ്പിൾ ചെയ്യുന്നത് മാതിരി അങ്ങനെയാ ഫീൽ ചെയ്ത. അപ്പൊ എനിക്ക് ആരുടെ അടുത്ത് സംസാരിക്കാനും പറ്റുന്നില്ല. എന്റെ ഒരു അറിവിൽ ഇവര് കപ്പിൾസ് അല്ല, പക്ഷെ എന്തോ ഒരു ഉടായ്പ ഇവര് തമ്മിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവള് സംസാരിച്ചപ്പോ എനിക്ക് ആദ്യം സംഭവം മനസ്സിലായതാ. അപ്പൊ പിന്നെ ഞാനത് കണ്ടില്ലാന്നങ്ങ് വെച്ച്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കൊറേ ടൈം ഇവര് നിർത്തുന്നേ ഇല്ല ഇത് ചെയ്തോണ്ടിരിക്ക. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വന്ന്. കൊറേ ടൈം അവളെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവര് കണ്ട്. എന്നെ കണ്ടപ്പോ ഇവർക്ക് യാതൊരു വിധ ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ടെന്നുള്ള പ്രശ്നം ഒന്നും ഇവർക്കില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ സാധാരണ പോലെ സംസാരിച്ച്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങള് കപ്പിൾസ് ആണോന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് നമ്മൾ എന്താന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നും തോന്നുന്നൊന്നുമില്ല, കപ്പിൾസ് ആണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് കപ്പിൾസ് ഒന്നല്ല, ഇവന് വേറെ ലൈൻ ഉണ്ട് പറഞ്ഞു. എടാ ഭവൻ തന്നെ, അവൾക്ക് ലൈനില്ല. അപ്പൊ അവള് ഊറ്റിത്തിലാണ് അറിയാം ഇവന് വേറെ ലൈനെല്ലാം ഉണ്ട്. ഞാനങ്ങനെ ഷോക്കായെടുത്തിട്ട്. അപ്പൊ അടുത്തടുത്ത് എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അതിനെന്താ ഇപ്പൊ കുഴപ്പം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നല്ല, എന്നാലും ചോദിച്ചതാ. അപ്പൊ പറഞ്ഞ നമുക്ക് കുഴപ്പമില്ലാതെ പിന്നെ എനിക്കത് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്ത് കുഴപ്പാ, എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞ ഇങ്ങോട്ട് വാ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെ അവളിങ്ങനെ ഇതിനെപ്പറ്റി സംസാരം ഉണ്ടായി. ജസ്റ്റ് ഒരു ഫണ്ണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവൻ എൻ്റെ അടുത്തേക്കുവാ. പിന്നെ ഈ കാര്യത്തിനെ പറ്റി നമ്മൾ കുറച്ച് സംസാരിച്ച്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ്
ഇനി ഒന്ന് പുറത്ത് വെക്കുമോന്ന് ചോദിച്ചു. കാരണം നമ്മളെ അവിടുത്തെ മുതലാളി വരുന്ന സമയം ഉച്ച സമയം. പെണ്ണുങ്ങൾ വന്നിട്ട് പോകും. ഈ മറ്റേ കൈയിന്റെ ഇതെല്ലാം വെച്ചിട്ടില്ല നമ്മളെ കയറുന്നത്. അതെല്ലാം നോക്കാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ ആ സമയത്ത് വരുന്നത്. എന്നിട്ട് അപ്പൊ ഞാൻ പിന്നെന്താ പുറത്ത് നിൽക്കുമെന്ന് ചോദിക്കുമ്പോ എനക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ വർക്കൗട്ട് ഞാൻ കുറച്ച് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ് കുറച്ചേരം നിന്നാ മതിയോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുറച്ചു നേരം നിക്കപ്പാ, ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു. പറഞ്ഞാ നിക്കാ എന്ന് പറഞ്ഞ് ഒരു ചായ കുടിക്കുന്നു, പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പുറത്തു വന്നോളൂന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് നിന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്നോന്ന് എനിക്കറിയില്ല. ഞാനാണെ ബോറടിച്ച് ചത്തിന്. ഇത്ര സമയാ ഞാൻ പുറത്തു നിന്നിന്. അതും കൂടി നോക്കണ്ടേ നീ? ഞാനെന്ത് നോക്കാനാ? ഇതിന് നമ്മള് പുറത്തുനിന്ന് അങ്ങോട്ടേക്കൊന്നും കാണൂലല്ലോ, ബ്ലാക്ക് ഗ്ലാസ് അല്ലേ. എന്നാലും എന്തായിരിക്കാം? എന്താവാനാ, എന്റെ മുന്നിൽ അത്രയും കളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വെക്കാൻ പറഞ്ഞ പിന്നെ അപ്പൊ എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലേ. പിന്നെ എന്റെ ട്രെയിനില്ലേ, അവളിപ്പം പോവും. അവൾക്ക് ഗൾഫിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. അവളെ സംബന്ധിച്ചിട്ട് നൈസാണ്. അവിടെ രക്ഷപ്പെടുവല്ലേ? പോകുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയായിരിക്കണം, കണ്ടുപിടിക്കും. നല്ല ആരും ഇല്ലാതായിപ്പോയി ആ സമയത്ത്. എല്ലാരും ഉണ്ടെങ്കിൽ എന്തിനാ കട്ടറുമ്പോ? അല്ല, അങ്ങനെയല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനക്കൊരു കൂട്ടാവുമല്ലോ. ഇപ്പൊ ആരും ഇല്ല. ഇതേപോലത്തെ കൂട്ടാ? അല്ലല്ല, അതേപോലത്തെ കൂട്ടല്ല. ഞാൻ ആ ടൈമിൽ നിന്നെ വിളിച്ചിരുന്നു, നീ കോൾ എടുത്തില്ല. ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടില്ല. എന്തായാലും നിങ്ങളെ മൂത്താപ്പ പൊളി തന്നെ ആള്. ജിമ്മല്ലടാ, ജിമ്മനല്ലേ പൊളിയായിരിക്കൂലേ? ജിമ്മാണെങ്കിൽ ഇങ്ങനെയാ. അതും അയാൾക്കൊരു ലവർ അല്ലേടാ. പാവന്നെ പെണ്ണ്. അയാളെ പോസ്റ്റിലെല്ലാം ഉണ്ട് അവള്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതേതാ കാലം? ഏത് ഇത്രയും കാലാണ്? സിൻസിയറിറ്റി കാണിക്കാൻ പറ്റിയൊരു കാലത്തൊന്നല്ല. അല്ലടാ, അവിടെ ക്യാമറ ഉണ്ടല്ലോ, അപ്പൊ അതിലൂടെ കാണൂലേ? അതെല്ലാം അവരെന്തേലും ചെയ്തിട്ടുണ്ടാവും. കറണ്ട് പോയി പറഞ്ഞാൽ പറയാ ക്യാമറ റിമൂവ് ചെയ്തിട്ട്. വഴി എന്തോരം ഉണ്ട്. അല്ല വേണേ നമുക്ക് ക്യാമറ റിമൂവ് ഒക്കെ ചെയ്യും. ഒന്നുമില്ല. നീ നാളെ പോയി നിന്റെ ചെക്കനോട് പറഞ്ഞിട്ട് അതിനെ എനക്ക് ഇല്ല വീട്ടില് ജോലിയായിട്ട്. ഞാൻ പറയാം എന്റെ ചെക്കൻ്റെ അടുത്ത്. എന്റെ ചെക്കൻ എന്നെ അത്രക്കും വിശ്വാസം. ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും പറയണ്ട. പറയുന്നില്ല. നാളെ വരൂലേ? പിന്നെ വരാണ്ട്. ഞാൻ ലീവ് എടുക്കുന്ന നിന്നെ പോലെ ലീവ് എടുത്തിട്ട് എന്തിനാ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം? എന്താ ലീവ് എടുത്താലും ഞാനല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഡെയിലി പോകുന്ന നീ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ആവശ്യമുള്ള കാര്യം മാത്രമേ ഫോക്കസ് ഓൺ കരിയർ. അതെ അതെ, അല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെടില്ല. നിങ്ങൾ ഗേൾസിന്റെ സ്വഭാവം ഇത് തന്നെയല്ലേ, കുറ്റം കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം കണ്ടുപിടിക്കുക. എല്ലാരും ഉച്ച സമയത്ത് പോകണ്ട, അതാ നല്ലത്. എൻജോയ് ചെയ്യട്ടാ. അല്ല, ഉച്ച സമയത്ത് ആൾക്കാരില്ല കേട്ടാ. ആൾക്കാർ കുറവാണ് ഉച്ച സമയത്ത്. നീ ഉച്ച സമയത്ത് പോകണ്ട.